ഹായ് ഹലോ. LCM HCFിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജോസ് കാപ്പൻ. 5 പാർട്ട് വീഡിയോകൾ ഇതിനു മുൻപ് LCM HCFിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടേ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണാവുള്ളൂ. 6ാമത്തേത് കറക്റ്റ് ഫോളോ ചെയ്തു പോവുക. ഇടയ്ക്കുന്ന് മാത്രം അല്ല, തുടക്കം മുതൽ വൃത്തിയായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു പോരുക. നിങ്ങൾ ഏത് എക്സാമിന് ഫോളോ ചെയ്യുന്നവരാണോ അതതിൻ്റെ പ്ലേലിസ്റ്റുകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. LGS എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് LGS, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ LGS മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കാണും. ആ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ മാത്രം തുടക്കം മുതൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. LP UPക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് കാണും നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ആ പ്ലേലിസ്റ്റ് മാത്രം ഫോളോ ചെയ്യുക. ഓക്കെ. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡിഗ്രി ലെവൽ മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കാണും, അത് മാത്രം ഫോളോ ചെയ്യുക. അതുപോലെ CPO ഫയർമാൻ 12th ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് കാണും, അത് മാത്രം ഫോളോ ചെയ്യുക. അതുപോലെ 10th ലെവൽ പരീക്ഷകളായ LDC VFAക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് കാണും. അതിലെ ക്ലാസ്സുകൾ തുടക്കം മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടു പഠിക്കുക. അത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. കാരണം ഫുൾ ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുപോലൊരു ക്ലാസ് വേറെ കിട്ടില്ല. വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കണ്ട. ആ നോട്ട് പക്ക വൃത്തിയായിട്ട് എഴുതി റിവിഷൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ സേഫാണ്. അത് ക്ലാസ്സുകൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും കണ്ടന്റ് ഉണ്ട് ക്ലാസ്സുകൾക്ക്, അത്രയും ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടില്ല, അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഫോളോ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ വൃത്തിയായിട്ട് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ആദ്യത്തെ വീഡിയോ ആദ്യം കാണുക, രണ്ടാമത്തെ വീഡിയോ, അങ്ങനെ ഓരോന്നും കറക്റ്റ് പ്ലേലിസ്റ്റിൽ എന്തുണ്ടത് കണ്ടാൽ മതി. പ്ലേലിസ്റ്റിൽ ഇല്ലാത്തൊന്നും കാണണ്ട. ഓക്കെ ആണല്ലോ മക്കളെ? ശരി. ഇനി ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. ക്യാപിറ്റൽ ലെറ്ററിൽ JOSCKAPPEN എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ അപ്ഡേഷൻ കിട്ടാൻ അത് സഹായിക്കും. ക്ലാസ്സുകൾ മിസ്സായി പോവാതിരിക്കാനും കറക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനും അത് സഹായിക്കും കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ശരി മക്കളെ, ഇന്ന് നമ്മൾ 10 ടൈപ്പുകൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 11ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ഒരു പാൽക്കാരൻ്റെ കയ്യിൽ 3 പാത്രങ്ങളിലായി യഥാക്രമം 75 ലിറ്റർ, 135 ലിറ്റർ, 105 ലിറ്റർ പാലുണ്ട്. ഓരോ പാത്രത്തിലെയും പാൽ കൃത്യമായി അളക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ്. മക്കളെ, അതായത് ഒരു പാൽക്കാരൻ്റെ കയ്യിൽ 75 ലിറ്റർ, 135 ലിറ്റർ, ഓക്കെ, 105 ലിറ്റർ, ഈ അളവുകളിലുള്ള പാൽ പാത്രങ്ങളുണ്ട്. ഇത് മൂന്നും കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് കണ്ടോ. ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് കാണാൻ പറഞ്ഞാൽ ഈ സംഖ്യകളുടെ എല്ലാം HCF ആയിരിക്കും ഉത്തരം. മക്കളെ, ഇതിൻ്റെ എല്ലാം HCF കണ്ടുപിടിച്ച് ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്ക് 5 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം. 25 അല്ലേ, 15, 75 5 15, 135 5 27 ആണോ, 105 5 21. വീണ്ടും എല്ലാത്തിനെയും 3 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം ആണോ മക്കളെ. ഇത് 5 തവണ, ഇത് 9 തവണ, ഇത് 7 തവണ. ഇനി ഇതിനെ 3നെ ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സൈഡിൽ കിടക്കുന്ന മാത്രം ഗുണിക്കുമ്പം ഈ 3 എണ്ണത്തിൻ്റെയും കൂടെ HCF 15 എന്ന് കിട്ടും അല്ലേ. സോ 15 ലിറ്റർ എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി 15 ലിറ്ററിൻ്റെ ഒരു പാത്രം കയ്യിലുണ്ടെങ്കിൽ 75 ലിറ്റർ കറക്റ്റായിട്ട് അളക്കാൻ പറ്റും. ഓക്കെ. 135 ലിറ്ററും കറക്റ്റായിട്ട് അളക്കാൻ പറ്റും. 105 ലിറ്ററും കറക്റ്റായിട്ട് അളക്കാൻ പറ്റും. അപ്പോൾ ഇത് 3ഉം കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ 3 സംഖ്യകളുടെ HCF ആണ് കേട്ടോ. വലിയ എന്ന് പറയുമ്പോൾ HCF ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെ HCF കാണുന്നതാണ് ഉത്തരം. ആൻസർ 15 ലിറ്റർ എന്ന് കിട്ടും മക്കളെ. ഓപ്ഷൻ C ആണ് കറക്റ്റ്. ചോദ്യം വ്യക്തമല്ലേ? 75 ലിറ്റർ, 135 ലിറ്റർ, 105 ലിറ്റർ പാൽ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ 3 പാൽ പാത്രങ്ങളുണ്ട്. ഇതിലെ അളവുകൾ കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ കപ്പിൻ്റെ അളവ് ചോദിച്ചാൽ ഈ 3 സംഖ്യകളുടെ HCF എടുക്കുന്നതായിരിക്കും ഉത്തരം.
ഇതിൻ്റെ മൂന്നിൻ്റെ HCF 5ആണ്, 15ആണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പം 15 ലിറ്ററിൻ്റെ ഒരു കപ്പ് ഉണ്ടെങ്കിൽ ഇത് മൂന്നും കൃത്യമായി അളക്കാൻ കഴിയും. റെഡിയല്ലേ മക്കളെ? ഇങ്ങനെ വരുമ്പോൾ HCF ആക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 429 ആപ്പിളുകളും 715 ഓറഞ്ചുകളും പരമാവധി എത്ര കുട്ടികൾക്ക് തുല്യമായി വീതിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് സംഖ്യകളിൽ HCF ആണ്. 429 ആപ്പിളുകളുണ്ട്, 715 ഓറഞ്ചുകളുണ്ട്. ഇത് പരമാവധി എത്ര കുട്ടികൾക്ക് തുല്യമായി വീതിക്കാമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ HCF കാണണം. അപ്പം നമ്മളൊരു ഡിവിഷൻ മെത്തേഡ് പഠിച്ച് ഓർക്കുന്നുണ്ടോ മക്കളെ? വലിയ സംഖ്യകളുടെ HCF കാണാൻ വന്നാൽ ഡിവിഷൻ മെത്തേഡാണ് സേഫ്. ഞാൻ 715 വലിയ സംഖ്യയായ 715 ചെറിയ സംഖ്യയായ 429 കൊണ്ട് ഹരിച്ചു. ക്ലിയർ അല്ലേ മക്കളെ? ഒരു തവണ 429 കിട്ടും, ബാക്കി ശിഷ്ടം നമുക്ക് 286 കിട്ടും. ഈ 286 429 കംപ്ലീറ്റ് ആയിട്ട് അടങ്ങുമോ? ഇല്ല. അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ഈ 429 286 കൊണ്ട് ഹരിക്കണം. യെസ്, ഒരു തവണ 286, ബാക്കി നമുക്ക് കിട്ടുന്ന ശിഷ്ടം 143 143. ഈ 143 286 അടങ്ങുമോ? അടങ്ങും അല്ലേ? അങ്ങനെ അടങ്ങുമെങ്കിൽ ഈ കിട്ടുന്ന ശിഷ്ടം എത്രയാണോ അതായിരിക്കും ഉത്തരം. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുടെ HCF എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 143. ക്ലിയർ ആണോ? അപ്പോൾ അതിൻ്റെ അർത്ഥം 143 കുട്ടികൾക്ക് ഇത് തുല്യമായി വീതിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ 429 ആപ്പിളുകളും 715 ഓറഞ്ചുകളും പരമാവധി എന്നുണ്ട് കേട്ടോ. എത്ര കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ആൻസർ 143 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാൻ പറ്റും പരമാവധി. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ രണ്ട് സംഖ്യകളുടെ HCF ആണ് എടുക്കേണ്ടതെന്ന് മറക്കാതിരിക്കുക. ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യാതെ ഡിവിഷൻ മെത്തേഡ് ചെയ്യാൻ കാരണം വലിയ സംഖ്യകൾ വരുമ്പം ഡിവിഷൻ മെത്തേഡാണ് കുറച്ചുകൂടെ നമുക്ക് നല്ലത്. രണ്ട് സംഖ്യകൾ വലിയ സംഖ്യകളാണെങ്കിൽ ഡിവിഷൻ മെത്തേഡാണ് HCF കാണാൻ എളുപ്പം. നമ്മൾ തുടക്കത്തെ ക്ലാസ്സിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എപ്പോഴും വരുന്നതാണ്. 252 മീറ്റർ നീളവും 112 മീറ്റർ വീതിയുമുള്ള ഒരു മുറിയിൽ കൃത്യമായി കൊള്ളുന്ന വിധത്തിൽ വലിയ സമചതുര ഫലകങ്ങൾ ഒട്ടിക്കണം, ടൈൽസ്. അതിന് ഏറ്റവും കൂടിയത് എത്ര വലിപ്പമാകാം? അപ്പോൾ ഇവിടെ അളവുകൾ തന്നിട്ടുണ്ട് അല്ലേ? അളവുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു നീളവും വീതിയും ഒരു മുറിയാണ് അല്ലേ? നമുക്ക് ആ മുറി അങ്ങ് വരയ്ക്കാം. ഇങ്ങനെ ഒരു മുറിയുടെ കാര്യം പറഞ്ഞേക്കുന്നേ. ആ മുറിയുടെ നീളം 252 മീറ്റർ നീളമുണ്ട്. അതിൻ്റെ വീതി 112 മീറ്ററാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇതിൽ കൃത്യമായി കൊള്ളുന്ന വിധത്തിൽ വലിയ ടൈൽസ് ഒട്ടിക്കണം. അതിന് പരമാവധി എത്ര വലിപ്പം വരാം? സമചതുര ടൈൽസ് ഒട്ടിക്കണ്ടേ കേട്ടോ. ഇതിൽ കൃത്യമായി കൊള്ളുന്ന വിധത്തിൽ ഇങ്ങനെ പരമാവധി ടൈൽസ് ഒട്ടിക്കണം അല്ലേ? ആ ടൈൽസിന് പരമാവധി എത്ര വലിപ്പമാകാം എന്ന് ചോദിച്ചാൽ മക്കളെ, ഈ രണ്ട് സംഖ്യകളുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF എത്രയാണോ അതാണ് ആ ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. കാരണം ടൈൽ കൃത്യമായിട്ട് കൊള്ളണം. അപ്പോൾ അത് 252 ഒരു ഫാക്ടർ ആയിരിക്കണം, 112 ഒരു ഫാക്ടർ ആയിരിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഫാക്ടർ ആയിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കണം ആ ടൈലിൻ്റെ പരമാവധി ഒരു വശത്തിൻ്റെ നീളമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം നീളവും വീതിയും തരും. ഇതിൽ കൃത്യമായി കൊള്ളുന്ന വലിയ സമചതുര ഫലകങ്ങൾ ഒട്ടിക്കണം. അതിനൊരു വശത്തിന് എത്ര നീളം ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ ഈ രണ്ട് നീളത്തിൻ്റെ വീതിയുടെ HCF എടുക്കുന്നതായിരിക്കും ഉത്തരം. നമുക്ക് ഒരു പണി ചെയ്യാം. നമുക്ക് HCF ഓഫ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടേ? HCF ഓഫ് 112 അതുപോലെ 252. 112 252. നമുക്ക് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. വലിയ സംഖ്യയായ 252 ചെറിയ സംഖ്യയായ 112 കൊണ്ട് ഹരിക്കാം. ആണോ മക്കളെ? എത്ര തവണ? 2 തവണ അല്ലേ? 224 വരും. ബാക്കി ശിഷ്ടം 28 വരും. ഈ 28 112 അടങ്ങും.
28ൻ്റെ മൾട്ടിപ്പിളാണ് 112. അപ്പോൾ കിട്ടിയ ശിഷ്ടമായിരിക്കും അതിൻ്റെ HCF ആയിട്ട് വരുന്നത്. ശരിയല്ലേ? നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 28. അപ്പോൾ ഇതിൽ കൃത്യമായി കൊള്ളുന്ന വിധത്തിൽ വലിയ സമചതുര ഫലകങ്ങൾ ഒട്ടിക്കണമെങ്കിൽ അതിൻ്റെ ഒരു വശത്തിന് ഏറ്റവും കൂടിയത് എത്ര നീളമാകാം എന്ന് ചോദിച്ചാൽ 28 മീറ്റർ ആവാം. അപ്പോൾ ഇത് HCFൻ്റെ കോമൺ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, വരാറുണ്ട്. HCFൻ്റെ ഒരു മോഡൽ ചോദ്യമായിട്ട് ഇത് വരാറുണ്ട്, പഠിച്ചോണം. ഇങ്ങനെ നീളവും വീതിയും തരും ഒരു മുറിയുടെ. ആ മുറിയിൽ സമചതുര ടൈൽസ് ഒട്ടിക്കണം. ഓക്കെ, പരമാവധി വലുതായിരിക്കണം. അതിന് എത്ര വലിപ്പം വേണം, ഒരു വശത്തിന് എത്ര നീളം വേണം എന്ന് ചോദിച്ചാൽ നീളത്തിൻ്റെയും വീതിയുടെ HCF ആണ് ഉത്തരം. അപ്പോൾ ഈ 3 ചോദ്യങ്ങളൊന്ന് കമ്പയർ ചെയ്തോണം കേട്ടോ. ഒന്ന് നോക്കിക്കേ, ഒരാളുടെ കയ്യിൽ 75 മീറ്റർ 135 75 ലിറ്റർ 135 ലിറ്റർ 105 ലിറ്റർ ഉള്ളത് പാത്രങ്ങളുണ്ട്. അത് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കപ്പിൻ്റെ അളവ് ചോദിച്ചാൽ ആ രണ്ടെണ്ണത്തിൻ്റെ HCF കണ്ടോ. ഇനി 429 ആപ്പിളുകളും 715 ഓറഞ്ചുകളും പരമാവധി എത്ര കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചാൽ ആ രണ്ട് സംഖ്യകൾ HCF കണ്ടോ. ഇനി മുറിയിൽ ടൈൽ ഇടുന്ന കാര്യം പറയും, മുറിയുടെ നീളവും വീതിയും തരും. എന്നിട്ട് ഇതിൽ സമചതുര ടൈൽ ഒട്ടിക്കണം. അതിൻ്റെ ഒരു വശത്തിന് പരമാവധി എത്ര വലിപ്പമാകാം എന്ന് ചോദിച്ചാൽ നീളത്തിൻ്റെയും വീതിയുടെയും HCF ആയിരിക്കും ഉത്തരം. ഓക്കെ ആണല്ലോ, നന്നായിട്ട് പഠിച്ചോണം അത്രയും കേട്ടോ. ശരി, നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം മക്കളെ. നമ്മുടെ 12ാമത്തെ ടൈപ്പ് 11 കഴിഞ്ഞ് ടൈപ്പ് 12ലേക്ക് വരുന്നു. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ചോണേ. ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. LGS പഠിക്കുന്ന കുട്ടികൾ ഇത് നോക്കണം എന്നില്ല. ഓക്കെ, ബാക്കി എല്ലാ പരീക്ഷകളും പഠിക്കുന്നവർ ഇത് പഠിച്ചിരിക്കണം. LGSകാർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണേ. 98, 120, 153 എന്നീ സംഖ്യകളെ ഏറ്റവും വലിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടം ലഭിക്കും? മക്കളെ, ഞാൻ LGSകാർ സ്കിപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ LGSകാർ ഇത് പഠിച്ചാൽ നഷ്ടമൊന്നും ഇല്ല കേട്ടോ. പഠിക്കുന്നത് സേഫ്റ്റിക്ക് നല്ലതാണ്. ഇനി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്, അത് വരണം എന്നില്ല. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തോളാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം നോക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. കാരണം LGS ഒഴികെ ബാക്കി എല്ലാ എക്സാമിനും 10th ലെവൽ 12th ലെവൽ ഡിഗ്രി ലെവൽ LP UP എല്ലാം ഇത് ചോദിക്കും. ഓക്കെ, ചോദിക്കാം. ഡിഗ്രി ലെവൽ മീൻസ് LGSന് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ പൊതുവേ ചോദിക്കാറില്ലല്ലോ. അതുകൊണ്ട് നമ്മളങ്ങ് ഒഴിവാക്കുന്നതാണ്. പഠിച്ചാൽ നല്ലതാണ്. ഇനി നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല. കേട്ടല്ലോ? ശരി, ചോദ്യം 98 S 120 153 എന്നീ സംഖ്യകളെ ഏറ്റവും വലിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടം? വലിയ ഏത് സംഖ്യ? കണ്ടോ മക്കളെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, HCF ആണ് കാണേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഈ വലിയ സംഖ്യ എന്നുള്ളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ HCF ആണ്. ഇനി ഒരേ ശിഷ്ടം ലഭിക്കണം എന്ന് പറയും. അപ്പോൾ ഈ ടൈപ്പ് 12 ചോദ്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ടെക്നിക്കാണിത്. എല്ലാത്തിനെയും ഹരിച്ചാൽ ഒരേ ശിഷ്ടം ലഭിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ, ഒരേ ശിഷ്ടം എന്ന പോയിന്റ് കാണും. അങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ, നമ്മൾ എപ്പോഴും ഈ ടൈപ്പുകൾ മാറിപ്പോരുന്നു, കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ട് ഓരോ ടൈപ്പ് തിരിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ പ്രത്യേകതകളും കൂടെ പറഞ്ഞു തരുന്ന അതിനാ, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. കണ്ടോ? അപ്പം 98, 120, 153 എന്നീ സംഖ്യകളെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞ HCF സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടം. ഇതാണ് ഈ ടൈപ്പ് ചോദ്യം കേട്ടോ. ഇങ്ങനെ ഒരേ ശിഷ്ടം ലഭിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട മാർഗം ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എടുക്കുക. ആദ്യം നമ്മൾ 120നെ 98 കൊണ്ട് കുറയ്ക്കാം. 120ൽ നിന്ന് 98 കുറയ്ക്കാം, നമുക്ക് 22 എന്ന് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും 153ഉം 120ഉം കൂടെ കുറയ്ക്കാം. അപ്പം നമുക്ക് 33 എന്ന് കിട്ടും. ഇനി വീണ്ടും 153ഉം 98ഉം കൂടെ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 55 എന്ന് കിട്ടും. അതായത് ഓരോ രണ്ട് സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എടുത്തു. ഇനി ഈ വ്യത്യാസങ്ങളുടെ HCF ആയിരിക്കും നമ്മുടെ ഉത്തരം. അതായത് HCF ഓഫ് ഏതൊക്കെ? 22, 33 ആൻഡ് 55. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. ഇതിൻ്റെ മൂന്നിൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ മക്കളെ? 11 അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 11. ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് മക്കളെ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും സ്ഥിരം ചോദിക്കുന്ന ചോദ്യമൊന്നും അല്ല കേട്ടോ. പക്ഷേ നമ്മൾ
ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നമ്മൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കവർ ചെയ്താൽ പഠിക്കണേ കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളൂ, റെയറായിട്ടൊക്കെ ഇടയ്ക്കേ ചോദിച്ചിട്ടുള്ളൂ. പഠിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് പഠിക്കും, നമുക്കിതിന് മാർക്ക് പോകരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം ടൈപ്പ് 12 ക്ലിയർ ആണല്ലോ. യെസ്, എന്താ ഈ ടൈപ്പ് 12 ചോദ്യം തിരിച്ചറിയാനുള്ള മാർഗം? HCF ആണെന്ന് എങ്ങനെ മനസ്സിലാവും? ഏറ്റവും വലിയ എന്ന് കണ്ട HCF, ചെറിയാന്ന് കാണുമ്പോൾ LCയുമായി കണക്ട് ചെയ്തായിരിക്കും. ഇനി ഒരേ ശിഷ്ടം ലഭിക്കണം എന്ന് പറയും. അപ്പോൾ ഈ സംഖ്യകളിൽ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഞാൻ ആദ്യം 120ഉം 98ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു, പിന്നെ 153ഉം 120ഉം നമ്മൾ ഡിഫറൻസ് എടുത്തു, പിന്നെ 153ഉം 98ഉം നമ്മൾ ഇവർ തമ്മിലുള്ള പരസ്പര വ്യത്യാസങ്ങൾ എടുക്കുക. ആ വ്യത്യാസങ്ങളിലെല്ലാം HCF കാണുന്നതായിരിക്കും ഇതിൻ്റെ ഉത്തരം. അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടതെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദ്യം മക്കളെ, 55, 127, 175 എന്നീ സംഖ്യകളെ ഏറ്റവും വലിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടം ലഭിക്കും? അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? ഇങ്ങനെ വന്നാൽ ഓരോന്നും ഡിഫറൻസ് എടുക്കണം. ആദ്യം 127ഉം 55ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കാം. 127ഉം 55ഉം തമ്മിലുള്ള വ്യത്യാസം 72. ഇനി 175ഉം 127ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കാം അല്ലേ, 48. യെസ്, അടുത്തത് 175ഉം 55ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കാം അല്ലേ മക്കളെ, 120. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യകളുടെ എല്ലാം HCF എടുക്കുന്നതായിരിക്കും ഉത്തരം. ഓക്കെ, അതായത് HCF ഓഫ് ഏതൊക്കെയാ? 72, 48 ആൻഡ് 120. അത് നമുക്ക് സൈഡിൽ ഫാക്ടറൈസേഷൻ ചെയ്യാം. 72, 48, 120 കണ്ടോ? യെസ്, നമുക്ക് ഏത് വെച്ച് വെട്ടിച്ചെറുതാക്കാം മക്കളെ? നമുക്ക് 2 വെച്ചങ്ങ് തുടങ്ങാം. 36, 24, 60. വീണ്ടും 2 വെച്ച് ചെയ്യാലോ. യെസ്, 18, 12, 30. വീണ്ടും 2 വെച്ച് ചെയ്യാലോ. യെസ്, 2 വെച്ച് 9, 6, 15. ഇനി 3 വെച്ച് ചെയ്യാലോ ചെറുതാക്കാൻ. 3 വെച്ച് 3 തവണ, 2 തവണ, 5 തവണ. ഇനിയില്ല. അപ്പോൾ ഈ സൈഡിൽ കിടക്കുന്ന എല്ലാം കൂടെ ഗുണിച്ചാൽ HCF കിട്ടും അല്ലേ മക്കളെ. സോ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 24. അപ്പോൾ ഈ സംഖ്യകളിലെ HCF 24 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്. ചെയ്ത രീതി ക്ലിയർ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യം പഠിച്ചാലോ. നെക്സ്റ്റ് ടൈപ്പ്, ഈ ഒരു മോഡൽ ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ടൈപ്പിലേക്ക് വരാം. ഇത് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ച് കണ്ടോണേ. നമ്മുടെ 11, 12 ഇത് 13ാമത്തെ ടൈപ്പാണ്. ടൈപ്പ് 13, 13. ചോദ്യം 29, 60, 113 എന്നീ സംഖ്യകളെ ഏറ്റവും വലിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 5, 12, 17 എന്നീ ശിഷ്ടങ്ങൾ ലഭിക്കും? 5, 12, 17 എന്നീ ശിഷ്ടങ്ങൾ ലഭിക്കും. ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് അടുത്ത ടൈപ്പാണ് 13. ഇതും LGSകാർ തൽക്കാലം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കിയാൽ നല്ലതാണ്, നോക്കിയില്ലെന്നോർത്തും വലിയ പ്രശ്നം വരില്ല കേട്ടോ. ശരി മക്കളെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചേ. 29, 60, 113 അല്ലേ എന്നീ സംഖ്യകളെ ഏറ്റവും വലിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 5, 12, 17 എന്നീ ശിഷ്ടങ്ങൾ ലഭിക്കണം. അപ്പം HCF ആണെന്ന് മനസ്സിലാകുന്നത് ഏറ്റവും വലിയ ഏത് സംഖ്യ എന്നുണ്ട്. വലിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്ന് പറയുമ്പോൾ അത് HCF ആണെന്ന് മനസ്സിലായി. ഇനി കിട്ടേണ്ട ശിഷ്ടങ്ങൾ ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. മുമ്പത്തെ ടൈപ്പിൽ ഒരേ ശിഷ്ടം ലഭിക്കണം എന്നായിരുന്നു. ഇവിടെ കിട്ടേണ്ട ശിഷ്ടങ്ങൾ ഇതൊക്കെയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യം വന്നാൽ ചെയ്യാനുള്ള മാർഗം പഠിച്ചോ. ആദ്യം പറഞ്ഞേക്കുന്നത് 29 കൊണ്ട് ഹരിച്ചാൽ 5 ശിഷ്ടം കിട്ടണം എന്നല്ലേ. അപ്പോൾ 29ൽ നിന്ന് ആ 5 അങ്ങ് കുറയ്ക്കുക. എത്ര കിട്ടി മക്കളെ? 24. ഓക്കെ, 60 കൊണ്ട് ഹരിച്ചാൽ 12 അല്ലേ ശിഷ്ടം കിട്ടണ്ടേ. 60ൽ നിന്ന് 12 അങ്ങ് കുറയ്ക്കുക. എത്ര കിട്ടി? 48. 113 കൊണ്ട് 113നെ ഹരിച്ചാൽ 17 അല്ലേ ശിഷ്ടം കിട്ടണേ. 29നെ ഹരിച്ചാൽ 5 ശിഷ്ടം കിട്ടണം. 60നെ ഹരിച്ചാൽ 12 ശിഷ്ടം കിട്ടണം. 113നെ ഹരിച്ചാൽ 17 ശിഷ്ടം കിട്ടണം. ശരിയാണോ? അപ്പം 113നെ ഹരിച്ച് 113ൽ നിന്ന് 17 കുറയ്ക്കണം. അപ്പം നമുക്ക് 96 കിട്ടും.
നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഖ്യകളിലെ എല്ലാം HCF കണ്ടാൽ ഉത്തരവായി. സോ HCF ഓഫ് ഏതൊക്കെയാണ് മക്കളെ? 24, 48, 96. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ ഇതിൻ്റെ എല്ലാം? 24 അല്ലേ? 24 അല്ലേ ഹയസ്റ്റ്? 24, 48, 96 ഹയസ്റ്റ് കോമൺ ഫാക്ടർ 24 അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ 24 ആണ്. അപ്പോൾ ഈ മോഡലൊന്ന് പഠിച്ച് 29, 60, 113 ഇതിനെ ഹരിച്ചാൽ ഏറ്റവും വലിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഈ യഥാക്രമം ഈ ശിഷ്ടങ്ങൾ ലഭിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ വലിയ എന്ന് പറയുമ്പോൾ HCF ആണെന്ന് മനസ്സിലായി. കിട്ടേണ്ട ശിഷ്ടങ്ങൾ ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് മക്കളെ? 29നെ ഹരിച്ചാൽ 5 ശിഷ്ടം കിട്ടണം. അപ്പോൾ 29ൽ നിന്ന് 5 കുറച്ചു 24. 60നെ ഹരിച്ചാൽ 12 ശിഷ്ടം കിട്ടണം. അപ്പോൾ 60ൽ നിന്ന് 12 കുറച്ചു 48. 113നെ ആ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 17 ശിഷ്ടം കിട്ടണം. 113 17 കുറച്ച് 96 അല്ലേ? ഈ സംഖ്യകളിലെ എല്ലാം HCF കാണുന്നതായിരിക്കും ഉത്തരം. ആ കുറച്ച് കിട്ടുന്ന സംഖ്യകളിലെ HCF ആൻസർ 24 എന്ന് കിട്ടും, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പം നിങ്ങൾ 29നെ 24 കൊണ്ട് ഹരിച്ച 5 ശിഷ്ടം കിട്ടിക്കോളും. 60നെ 24 കൊണ്ട് ഹരിച്ച 12 ശിഷ്ടം കിട്ടിക്കോളും. 113നെ 24 കൊണ്ട് ഹരിച്ച 17 ശിഷ്ടം കിട്ടിക്കോളും. ഓക്കെ ആണോ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അതേ പാറ്റേൺ ഒരു ചോദ്യോടെ. ചോദ്യം ഇതാണ് മക്കളെ: 65, 115, 94 അല്ലേ എന്നീ സംഖ്യയിൽ ഏറ്റവും വലിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 5, 1 7, 1 10 ശിഷ്ടങ്ങൾ ലഭിക്കണം? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാൻ പോവാം. ഓക്കെ, 65ൽ നിന്ന് 5 കുറച്ചാൽ 60, ശരിയാണോ? യെസ്. 115ൽ നിന്ന് 7 കുറച്ചാൽ 108 അല്ലേ? യെസ്. 94ൽ നിന്ന് 10 കുറച്ചാൽ 84 അല്ലേ? അപ്പോൾ 60, 108, 84 ഇവയുടെ HCF കാണണം. HCF ഓഫ് 60, 108, then 84. ഫാക്ടറൈസേഷൻ ചെയ്യാമല്ലോ. 60, 108, 84 ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 2 വെച്ച് ചെയ്യാം മക്കളെ. 30, 54, 42. യെസ്. വീണ്ടും 2 വെച്ച് ചെയ്യാം. 15, 27, 21. ഇനി വീണ്ടും 3 വെച്ച് ചെയ്യാം. 5, 9, 7. ഇനി പറ്റുമോ? ഇല്ല. സൈഡിൽ കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കണം. ശരിയാണോ? എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 12 കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ആണ്, 12. ചെയ്തത് പക്കയാണോ? എന്തെങ്കിലും സംശയമുണ്ടോ? അതെയോ പക്ക ക്ലിയർ ആണോ? ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അന്ന് മനസ്സിലാക്കി പഠിക്കുക. ആ ടൈപ്പ് ചോദ്യങ്ങളൊന്ന് സെപ്പറേറ്റ് തിരിച്ച് പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഈ ലാസ്റ്റ് പഠിച്ച 2 ടൈപ്പ് കുറച്ച് കൺഫ്യൂഷൻ വരുന്നതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ ശരിക്കും പറഞ്ഞു തന്നിട്ടാണ് പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക, റിവിഷൻ ചെയ്യുക കേട്ടോ മക്കളെ, എന്നാലേ അത് സെറ്റ് ആവത്തുള്ളേ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ എത്രാമത്തെ ടൈപ്പാ? 14 അല്ലേ? 14ാമത്തെ ടൈപ്പ് ചോദ്യം 14. ഓക്കെ, ലാസ്റ്റ് 13 അല്ലായിരുന്നു കുഞ്ഞുങ്ങളെ? അത് 13 ആയിരുന്നു. അപ്പോൾ ഇനി 14. യെസ്, 14ാമത്തെ ടൈപ്പാണ്, ടൈപ്പ് 14. ഓക്കെ, ഹെഡിങ് LCM ആൻഡ് HCF ഓഫ് ഫ്രാക്ഷൻസ് അല്ലേ? ഹെഡിങ് കൊടുത്തോ. ടൈപ്പ് 14ൻ്റെ ഹെഡിങ് എന്താ? LCM ആൻഡ് HCF ഓഫ് ഫ്രാക്ഷൻസ്. ഭിന്നസംഖ്യകളുടെ LCM HCF കാണുന്ന വിധം. ഓക്കെ, എങ്ങനെയാ? ഇങ്ങനെ കുറേ ഭിന്നസംഖ്യകൾ നിങ്ങൾക്ക് തരും. കണ്ടോ? 2/3, 8/9, 16/81, 10/27. ഇവയുടെ എല്ലാം LCM കാണാൻ ചോദിക്കും മക്കളെ. ഇവയുടെ എല്ലാം LCM കാണാൻ ചോദിച്ചാൽ നിങ്ങൾ LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് ചെയ്യണം, ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് ചെയ്യണം. ഇനി ഇവയുടെ എല്ലാം HCF കാണാൻ ചോദിച്ചാൽ HCF ഓഫ് ന്യൂമറേറ്റേഴ്സ് ചെയ്യണം, ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ് ചെയ്യണം.
ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. യെസ്, ഇതൊന്ന് കാണാതെ പഠിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പം ഭിന്നസംഖ്യകളുടെ LCM കാണാൻ മുകളിൽ കിടക്കുന്നതിൻ്റെ എല്ലാം LCM കാണുക, താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം HCF കാണുക. ഭിന്നസംഖ്യകളുടെ HCF കാണാൻ മുകളിൽ കിടക്കുന്നതിൻ്റെ എല്ലാം HCF കാണുക, താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം LCM കാണുക കേട്ടോ. കാണാതെ പഠിച്ചോണേ. LCM ഭിന്നസംഖ്യകളുടെ LCM കാണാൻ ന്യൂമറേറ്റേഴ്സിൻ്റെ എല്ലാ LCMഉം ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാ HCF കണ്ട ഉത്തരവായി. ഇനി ഭിന്നസംഖ്യകളുടെ എല്ലാ HCF കാണാൻ ന്യൂമറേറ്റേഴ്സിൻ്റെ എല്ലാ HCFഉം ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാ LCMഉം കണ്ട ഉത്തരവായി. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം മക്കളെ. ശ്രദ്ധിച്ചു. ആദ്യം നമുക്ക് LCM കാണാം അല്ലേ. LCM കാണാൻ ന്യൂമറേറ്റേഴ്സിൻ്റെ ഒക്കെ LCM കാണണം. LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാ? 2, 8, 16, 10. ഓക്കെ, ഡിവൈഡഡ് ബൈ HCF ഓഫ് ഏതൊക്കെയാ? ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാ? 3, 9, 81, 27. ഇത് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇവയുടെ LCM. ഓക്കെ, ആദ്യം മുകളിൽ കിടക്കുന്നതിൻ്റെ എല്ലാ LCM കാണാം മക്കളെ. 2ൻ്റെ 8ൻ്റെ LCM 8, 8ൻ്റെയും 16ൻ്റെ LCM 16. ശരിയല്ലേ? വെട്ടി കളയാം. 16ൻ്റെയും 10ൻ്റെ LCM 80 ആട്ടോ. 80ൽ 16ൻ്റെ മൾട്ടിപ്പിൾസ് 80 വരുമ്പോൾ അതിൽ 10 ആണ്. സോ മുകളിൽ കിടക്കുന്നതിൻ്റെ എല്ലാ LCM 80 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 2ൻ്റെ 8ൻ്റെ 8 ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിളാണ്, വലുതെങ്കിൽ വലുതായിരിക്കും LCM എന്ന് ആദ്യം പഠിച്ചു. ഓക്കെ, അപ്പം ഇതും വെട്ടി 8 എന്ന് എഴുതി. 8ൻ്റെയും 16ൻ്റെയും 16. ഓക്കെ, കാരണം ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിളാണ്, വലുതെങ്കിൽ വലുതായിരിക്കും LCM. പിന്നെ ഉള്ളത് 16ഉം 10ഉം. 16ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ 80 വരും. ഓക്കെ അല്ലേ? 80ൽ 10 അടങ്ങും. അപ്പോൾ ഈ 4 സംഖ്യകളിലെ LCM 80 ആണ്. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ. ഈ സംഖ്യകളെ കൊണ്ടെല്ലാം നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അത് 80 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഇനി 3ൻ്റെ 9ൻ്റെ 81ൻ്റെ 27ൻ്റെ HCF കാണും. ഹയസ്റ്റ് കോമൺ ഫാക്ടർ മക്കളെ. ഇതിനെല്ലാം ആകെ ഒരു കോമൺ ഫാക്ടറേ ഉള്ളൂ. 2 എണ്ണം ഉണ്ട്, 1ഉം 3ഉം. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 ആണ് അല്ലേ. ഇതിൻ്റെ എല്ലാം കോമൺ ഫാക്ടർ 1ഉം 3ഉം അല്ലേ ഉള്ളൂ, വേറൊരു കോമൺ ഫാക്ടർ ഇല്ലല്ലോ. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 അല്ലേ. ക്ലിയർ ആണോ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ തന്നിരിക്കുന്ന ഇത്രയും ഭിന്നസംഖ്യകളുടെ LCM 80/3 ആണ്. LCM 80/3 ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പോൾ എങ്ങനെയാണ് ഈ LCM കാണുന്നത്? ഭിന്നസംഖ്യകളുടെ LCM കാണാൻ ന്യൂമറേറ്റേഴ്സിൻ്റെ എല്ലാ LCM കാണുക ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാ HCF കാണുക. ഇവിടെ ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാ? 2ഉം 8ഉം 16ഉം 10ഉം. അതിൻ്റെ എല്ലാം LCM കണ്ടു, അത് 80 എന്ന് കിട്ടി. ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാ HCF കാണണം. സോ ഇതാണ് ഡിനോമിനേറ്റേഴ്സ്. ഇതിൻ്റെ എല്ലാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 ആണ്. 1ഉം 3ഉമേ കോമൺ ഫാക്ടർ ഉള്ളൂ, ഹയസ്റ്റ് 3 ആണ്. അപ്പം ഈ സംഖ്യകളുടെ എല്ലാ LCM 80/3 ആണ്. ഇനി ഇവയുടെ എല്ലാ HCF കാണാം. ആദ്യം HCF ഓഫ് ന്യൂമറേറ്റേഴ്സ് കാണണം അല്ലേ മക്കളെ. ഏതൊക്കെയാ? 2, 8, 16, 10 ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ് കാണും. LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ് 3, 9, 81, 27. ക്ലിയർ അല്ലേ? ഓക്കെ, മുകളിൽ കിടക്കുന്നതിൻ്റെ എല്ലാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ മക്കളെ? 2ൻ്റെ 8ൻ്റെയും 16ൻ്റെയും 10ൻ്റെയും 1ഉം 2ഉം മാത്രമല്ലേ കോമൺ ഫാക്ടർ ആയിട്ടുള്ളൂ. ഹയസ്റ്റ് ആയിട്ടുള്ളത് 2 ആണ്. 2ൻ്റെ 8ൻ്റെയും 16ൻ്റെയും 10ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് 1ഉം 2ഉം ആണ്. ഹയസ്റ്റ് 2 ആണ്. ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം LCM കാണണം. 3ൻ്റെ 9ൻ്റെ LCM 9, 9ൻ്റെ 27ൻ്റെ LCM 27, 27ൻ്റെ 81ൻ്റെ LCM 81. സോ 81 ആണ് അതിൻ്റെ LCM, ലീസ്റ്റ് കോമൺ. ഈ സംഖ്യകൾ കൊണ്ടെല്ലാം നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ. ഇതേ ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ അല്ലേ വലുത്. 3ൻ്റെ 9ൻ്റെ 9, 9ൻ്റെ 27ൻ്റെ 27, 27ൻ്റെ 81ൻ്റെ 81, 27ൻ്റെ മൾട്ടിപ്പിൾ 81. അപ്പോൾ ഇതിൻ്റെ എല്ലാ HCF നമുക്ക് 2/81 എന്ന് കിട്ടും. ഇതിൻ്റെ എല്ലാ LCM 80/3 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളുടെ LCMഉം HCFഉം കാണുന്നത്. 2/81 എൻ്റെ തലയുടെ പുറകിലായിപ്പോയല്ലേ. സാരമില്ലല്ലോ മക്കളെ, മനസ്സിലായല്ലോ. 2/81. ഓക്കെ, അപ്പോൾ ഇതാണ്. നമുക്കിത് കൂട്ടൊരു ചോദ്യോടെ ചെയ്ത് നോക്കാവേ. യെസ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 9/10, 12/25, ശരി, 18/35, അതുപോലെ 21/40,
ഇതിൻ്റെ എല്ലാം LCM കാണണം ആദ്യം. ഇതിൻ്റെ എല്ലാം LCM കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എല്ലാം LCM കാണാം. അപ്പം LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് ചെയ്യണം ആദ്യം. 9, 12, 18, 21 ബൈ HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് ചെയ്യണം. HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണ്? 10, 25, 35, 40. ശരിയാണോ മക്കളെ? ആദ്യം മുകളിൽ കിടക്കുന്നതിൻ്റെ എല്ലാം LCM ആണോ? നമുക്കറിയാം 9ൻ്റെയും 18ൻ്റെയും നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാവേ. നോക്ക്, 9, 12, 18, 21 അല്ലേ? ഇതിൻ്റെ LCM കാണും. 9ൻ്റെയും 18ൻ്റെയും LCM 18. ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ വലുത്. ഓക്കെ, 18ൻ്റെയും 12ൻ്റെയും LCM 36 അല്ലേ മക്കളെ? 12 × 3 36, 18ൻ്റെ അടുത്ത് നമ്മൾ 36. 36ൻ്റെ 21ൻ്റെ LCM കാണും അല്ലേ? 36ൻ്റെ 21ൻ്റെ മാത്രം നമുക്ക് സൈഡിൽ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 36, 21. കാരണം അത് മൾട്ടിപ്പിൾസ് എടുത്തു പോയാൽ കിട്ടില്ല ഒരു പരിധിക്കുള്ളിൽ. 3 വെച്ച് ചെയ്യാം. 12 തവണ 7, 3, 21. തീർന്നു. ഇനി പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കണം. 3ഉം 12ഉം 7ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 252 എന്നാണ്. 252 ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇതിൻ്റെ കോമൺ ഫാക്ടർ 1ഉം 5ഉം മാത്രമല്ലേ ഉള്ളൂ മക്കളെ. സോ ഇതിൻ്റെ എല്ലാം 10ൻ്റെയും 25ൻ്റെയും 35ൻ്റെയും 40ൻ്റെയും കോമൺ ഫാക്ടർ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ. ഹയസ്റ്റ് 5ആണ്. 252/5 എന്ന് കിട്ടും. എന്ത്? LCM. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുകളിൽ കിടക്കുന്നതിൻ്റെ എല്ലാം LCM കാണണം. ഓക്കെ, ഒന്നെങ്കിൽ നിരത്തി പിടിച്ച് എല്ലാം ഫാക്ടറൈസ് ചെയ്യാം. അല്ലെങ്കിൽ 9ൻ്റെയും 18ൻ്റെയും 18ആണ്, 18ൻ്റെയും 12ൻ്റെയും 36ആണ്. 36, 21 മാത്രം ഫാക്ടറൈസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, ഇനി ഇവയുടെ എല്ലാം HCF കാണാമല്ലോ. HCF അല്ലേ? അപ്പം മുകളിൽ കിടക്കുന്നതിൻ്റെ എല്ലാം HCF ഓഫ് ഏതൊക്കെയാണ് മക്കളെ? HCF ഓഫ് 9, 12, 18 and 21 ഡിവൈഡഡ് ബൈ LCM ഓഫ് ഏതൊക്കെയാ? 10, 25, 35, 40. നമുക്കറിയാം HCF കാണാൻ എപ്പോഴും എളുപ്പമാണ് അല്ലേ? ഈ 9ൻ്റെയും 12ൻ്റെയും 18ൻ്റെയും 21ൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1ഉം 3ഉം മാത്രമല്ലേ കോമൺ ഫാക്ടർ ആയിട്ടുള്ളൂ. ഹയസ്റ്റ് 3ആണ് ബൈ ഈ താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം LCM. 10ൻ്റെയും 25ൻ്റെയും LCM 100 അല്ലേ മക്കളെ? ആണോ? സോ 100ആണ്. 10ൻ്റെയും 25ൻ്റെയും LCM 100ആണ്. 25ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 50, 10 അടങ്ങില്ല. അടുത്തത് 25ൻ്റെയും 10ൻ്റെയും 25ൻ്റെയും 50ആണ്. 10ൻ്റെയും 25ൻ്റെയും 50ആണ്. 25ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 50, 50ൽ 10 അടങ്ങും അല്ലേ? അപ്പോൾ 10ൻ്റെയും 25ൻ്റെയും LCM 50ആണ്. ഇനി 50ൻ്റെയും 40ൻ്റെയും LCM കാണാമല്ലോ. 50ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 100, 40 അടങ്ങില്ല. 150, 40 അടങ്ങില്ല. 200, 200ൽ 40 അടങ്ങും. ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ ഒരു രീതി പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് അത് പറയുന്നേ ഉള്ളൂ. അപ്പം ഇതും കിട്ടി, ഇതും കിട്ടി. ഇനി 200ഉം 35ഉമാണ്. അത് മാത്രം ഫാക്ടറൈസ് ചെയ്യാം. 200ഉം 35. നിങ്ങൾക്ക് ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഫാക്ടറൈസ് ചെയ്തോ കേട്ടോ. ചില ആളുകൾക്ക് ഇത് വേഗം കിട്ടും. 10, 25, 50, 50, 40, 200. പിന്നെ 200, 35 മാത്രം ചെയ്തു. സോ നമുക്ക് 5 വെച്ച് ചെയ്യാനാണെങ്കിൽ സോ ഇത് 40, 7 തീർന്നു. എല്ലാം കൂടെ ഗുണിക്കണം അല്ലേ? സോ 5 × 40 × 7 നമുക്ക് കിട്ടുന്നത് 1400 എന്നാണ് അല്ലേ? ആൻസർ 3/1400 എന്ന് കിട്ടും. ഓക്കെ ആണോ? യെസ്. അപ്പം ഇതൊന്ന് പഠിച്ചു വെക്കുക. ഭിന്നസംഖ്യയിലെ LCM കാണാൻ LCM ഓഫ് ന്യൂമറേറ്റേഴ്സ്, അംശങ്ങളുടെ LCMഉം ഛേദങ്ങളുടെ HCFും കാണും. ഇനി ഭിന്നസംഖ്യയിലെ HCF കാണാൻ HCF ഓഫ് ന്യൂമറേറ്റേഴ്സ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ് ചെയ്യും. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി HCF കാണാൻ എപ്പോഴും എളുപ്പം മക്കളെ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഒരെണ്ണമേ കാണത്തുള്ളൂ. നല്ല സിമ്പിളായിട്ട് അത് ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ? യെസ്. ഇതാണ് സംഭവം. ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ് അല്ലേ? അപ്പം ഇതിൻ്റെ ബാക്കി ഒരു ക്ലാസ്സും കൂടെ വേണം. ഒരു ക്ലാസ് കൂടെ ഈ ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വൃത്തിയായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.